അന്ധഭക്തരെ നിങ്ങൾ താഴെ വന്ന് കുരയ്ക്കണം. നിങ്ങളുടെ സ്റ്റാൻഡേർഡ് ബാക്കിയുള്ള ആൾക്കാർക്കെങ്കിലും മനസ്സിലാവണമെങ്കിൽ നിങ്ങൾ എൻ്റെ വീഡിയോൻ്റെ താഴത്ത് ഞാൻ കാണിച്ചത് നിന്റെ ഒന്നും തറവാട്ടെന്നോ അല്ല എൻ്റെ തറവാട്ടെന്നോ കൊണ്ടുവന്നല്ല, ഇലക്ഷൻ കമ്മീഷൻ്റെ തറവാട്ടെന്ന് ഇറക്കിയിട്ടുള്ള ഡാറ്റയാണ് ഞാൻ കാണിച്ചത്. BJP-നേക്കാളും JDU-നേക്കാളും കൂടുതൽ 2% 3%ഓളം വോട്ട് കൂടുതൽ കിട്ടിയത് RJD-ക്കാണ്. എന്താ കോൺഗ്രസ് ഒന്നും ചെയ്യുന്നില്ല? കോൺഗ്രസ് ചെയ്തിട്ടുണ്ട്. അവർ തന്നെ സുപ്രീം കോടതിന്റെ മേലോട്ട് കോൺഗ്രസിനൊന്നും ചെയ്യാനില്ലല്ലോ അല്ലേ? മോദിയുടെ മണ്ടയിൽ വരുന്നോണ്ട് കാര്യമില്ലല്ലോ. സുപ്രീം കോടതിന്റെ അടുത്തെത്തി. ഇനിയിപ്പോൾ അവിടുന്ന് മോദി സുപ്രീം കോടതിയൊക്കെ തീരുമാനിക്കട്ടെ എന്ത് ചെയ്യണം എന്നുള്ളത്. പണ്ടൊക്കെ നമ്മളെ ഒരു കളവ് പറഞ്ഞു കഴിഞ്ഞാൽ അതിനെ വെളുപ്പിച്ച് സത്യമാക്കുന്ന ഒരു അവസ്ഥയായിരുന്നു കേട്ടോ. ഇപ്പം അങ്ങനല്ല. ഇപ്പം സത്യത്തിന് തന്നെ വെളുപ്പിച്ച് സത്യമാക്കേണ്ട അവസ്ഥയാണ്. അതാണ് നമ്മൾ ഇന്നലെ മുതൽ പറയുന്നതും. അപ്പം നമ്മൾ വെളുപ്പിക്കാൻ നമ്മൾ ഇറങ്ങും. സത്യം വെളുപ്പിക്കാൻ ഇറങ്ങിയേ പറ്റൂ. അതല്ലെങ്കിൽ നമ്മുടെ അന്ധഭക്തര് എന്ത് കളവും അത് സത്യമാണെന്ന് വിചാരിച്ച് നമ്മുടെ ജീവിതം ഏതായാലും തുലയ്ക്കും. അതിൻ്റെ കൂടെ സ്വന്തം അവന്മാരുടെ ജീവിതം വരെ തുലയ്ക്കുന്ന ഒരു അവസ്ഥ നമ്മുടെ നാട്ടിലും മൊത്തം ഇന്ത്യയിലും ഉണ്ട് എന്നുള്ളത് നമുക്ക് എല്ലാവർക്കും അറിയാം. അപ്പം അന്ധഭക്തന്മാർക്ക് കാണാൻ ബുദ്ധിമുട്ടുണ്ടെങ്കിൽ മാറിക്കോ, അതല്ലാത്ത ആൾക്കാരുണ്ടെങ്കിൽ കണ്ടാൽ മതി. നമ്മൾ ഇന്നലത്തെ ബീഹാറിലെ വോട്ട് കട്ടതിൻ്റെ കളകളും വോട്ട് എങ്ങനെയൊക്കെ കക്കാം, ഏതൊക്കെ രീതിയിൽ കട്ടു എന്നൊക്കെ നമ്മൾ ഇന്നലെ 1-2 വീഡിയോയിലൊക്കെ പറഞ്ഞു. ഏതായാലും ഇന്ന് രാഹുൽ ഗാന്ധിയുടെ ഒരു പോസ്റ്റ് ഉണ്ടായിരുന്നു ഇന്നലെ. അതായത് വോട്ട് ചെയ്ത ആൾക്കാർക്കൊക്കെ നന്ദി പറഞ്ഞുകൊണ്ടും അതുപോലെ തന്നെ തുടക്കം മുതൽ ഈ വോട്ടിന് അല്ലെങ്കിൽ ഈ കള്ളത്തരത്തിൽ ആണ് ഈ വോട്ടിംഗ് കംപ്ലീറ്റ് കഴിഞ്ഞത് എന്നുള്ളതും വ്യക്തമായിട്ട് പറഞ്ഞൊരു പോസ്റ്റ്, ഒരു എക്സ്പോസ്റ്റ് നമ്മൾ കണ്ടു. അതിനുശേഷം നമ്മൾ ഇന്നലത്തെ കംപ്ലീറ്റ് ഈ ഡേ ഒക്കെ കഴിഞ്ഞു. നമ്മൾ ഈവനിങ് ആയപ്പോഴേക്കും നമുക്കൊരു വോട്ട് വിഹിതം കിട്ടുമല്ലോ അല്ലേ? ടോട്ടൽ എത്ര വോട്ട് അവിടെ പോൾ ചെയ്തു, അതിൻ്റെ ഡീറ്റെയിൽസ്. അതിൽ നമ്മൾ എത്ര % വോട്ടാണ് അവിടുത്തെ പാർട്ടിക്ക് കിട്ടിയത് എന്ന് നമുക്ക് പറയാൻ പറ്റും. അതായത് ബീഹാറിലെ വോട്ട് വിഹിതമാണ് നമ്മൾ പറയാൻ പോകുന്നത്. ഏറ്റവും വലിയ എന്താ പറയുക ജയിച്ച പാർട്ടിയായിട്ടുള്ള BJP അല്ലെങ്കിൽ NDA സഖ്യത്തിൻ്റെ BJP-യുടെ വോട്ട് വിഹിതം 20.8% ആണ് BJP-യുടേത്. പിന്നെ JDU ആണ് അടുത്തത്. അതായത് 19.27% ആണ് JDU-ൻ്റെ വോട്ട് പെർസെൻറ്റേജ്. ഇനി നമ്മൾ അവിടുത്തെ RJD-യുടെ എടുക്കാം. RJD ഇന്ത്യ സഖ്യത്തിൻ്റെ വോട്ട് പെർസെൻറ്റേജ് നോക്കുമ്പം അല്ലാത്തതൊക്കെ അവിടെ വേറെ കിടക്കുന്നുണ്ട് കേട്ടോ. RJD-ൻ്റെ 22.96% ആണ് RJD-യുടെ. കോൺഗ്രസിൻ്റെ 8.74% ഉള്ളൂ. അപ്പം ഈ BJP-നേക്കാളും JDU-നേക്കാളും കൂടുതൽ 2% 3%ഓളം വോട്ട് കൂടുതൽ കിട്ടിയത് RJD-ക്കാണ്. എന്ന് ഒരു 34 സീറ്റേ കിട്ടിയിട്ടുള്ളൂ. അതല്ലാതെ BJP-യുടെയും JDU-ൻ്റെയും സീറ്റ് നില നോക്കുമ്പം 200-ന്റെ മേലെ സീറ്റാണ്. ഈ 2 പാർട്ടിനേക്കാൾ കൂടുതൽ അല്ലെങ്കിൽ 2 പേരുകൾ ഇൻഡിവിജ്വലി നോക്കുമ്പം കൂടുതൽ കിട്ടിയിട്ടുള്ള ഒരു പാർട്ടിക്ക് വെറും 34-35 സീറ്റേ കിട്ടിയുള്ളൂ. അതിൽ 34 ഇല്ല, 5 സീറ്റ് കോൺഗ്രസിൻ്റെ, 4 സീറ്റ് കോൺഗ്രസിൻ്റെ മതി. വെറും 30 സീറ്റിൻ്റെ അടുത്തോട്ട് ചുരുങ്ങിയപ്പം കുറേ പേര് അത് നോക്കിയിട്ടോ. ആ കണക്ക് നമ്മൾ നോക്കണമല്ലോ. അപ്പോൾ എല്ലാവരും പറഞ്ഞു അത് ഏതെങ്കിലും 1-2 മണ്ഡലങ്ങളിൽ കൂടുതൽ കിട്ടിയിട്ട് കാണും, അല്ലെങ്കിൽ സീമാഞ്ചൽ പോലത്തെ RJD-ക്ക് നല്ല സപ്പോർട്ടുള്ള സ്ഥലങ്ങളിൽ കൂടുതൽ കിട്ടിയതുകൊണ്ടായിരിക്കും പെർസെൻറ്റേജ് കൂടിയത്. അങ്ങനെ നമ്മൾ ഇന്നലത്തെ ഡാറ്റ മൊത്തം എടുത്ത് നോക്കിയപ്പം ഈ സ്ഥലങ്ങൾ RJD-ക്ക് ഏറ്റവും കൂടുതൽ വോട്ട് കിട്ടിയ സ്ഥലങ്ങളിലെല്ലാം അവർക്ക് വോട്ട് വിഹിതം കുറവാണ് ഇപ്രാവശ്യം. അത് സീമാഞ്ചൽ എടുത്തോ മറ്റ് 1-2 ഏരിയാസ് ഉണ്ട്, ഇവിടെയൊക്കെ വോട്ട് വിഹിതം കുറവാണ്. ഈവൻ തേജസ്വി നിന്ന മണ്ഡലത്തിൽ പോലും എത്ര വോട്ട് കിട്ടിയിട്ടാണ് ജയിച്ചത് നമ്മൾ കണ്ടു അല്ലേ? തൂത്തുവാരുമെന്ന് വിചാരിച്ച സ്ഥലത്ത്. അപ്പോൾ പിന്നെ ഈ വോട്ട് സ്പ്രെഡ് ആയിട്ട് തന്നെയാണ്, അല്ലെങ്കിൽ ഈ പെർസെൻറ്റേജ് എന്ന് പറഞ്ഞാൽ ഹോൾ ബീഹാറിൽ സ്പ്രെഡ് ആയിട്ട് തന്നെയാണ് കിട്ടിയിട്ടുള്ളത്. അപ്പോൾ പിന്നെ എങ്ങനെ ഇത്ര വോട്ട് കുറഞ്ഞു പോയി എന്ന് ചോദിച്ച ചോദ്യത്തിന് ആർക്കും ഉത്തരം പറയാനില്ല. ഉത്തരം പറഞ്ഞിട്ട് കാര്യമില്ല. ഉത്തരം നമ്മൾ പറയാണ്ടിരിക്കുന്നത് നല്ലത്. പറഞ്ഞു കഴിഞ്ഞാൽ ഈ പറഞ്ഞ പോലെ ഈ ഇലക്ഷൻ കമ്മീഷനെ ചോദ്യം ചെയ്തു എന്നും അതല്ലെങ്കിൽ നമ്മുടെ കേന്ദ്ര സർക്കാരിനെ ചോദ്യം ചെയ്തു എന്നും രാജ്യദ്രോഹമാണെന്നൊക്കെ പറഞ്ഞ ആൾക്കാർ വരുമായിരിക്കും. അപ്പോൾ ഇത് ഏറ്റവും ബേസ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. എന്തുകൊണ്ട് എങ്ങനെയാണ് ഇവർ എവിടെ മുതലാണ് പിടിച്ചു തുടങ്ങിയത് എന്നുള്ളത്. അതായത് വോട്ട് വിഹിതം പോലും ഇതാണെങ്കിൽ യഥാർത്ഥത്തിൽ ഇവർ ഏത് സ്ഥലത്തു നിന്നായിരിക്കും വോട്ട് കട്ടത് എന്നുള്ളത് നിങ്ങൾ ചിന്തിച്ചാൽ മതി. ഇനി നമുക്ക് മറ്റൊരു കാര്യം ഞാൻ കാണിച്ചുതരാം. ഇലക്ഷൻ കമ്മീഷൻ ഓഫ് ഇന്ത്യയുടെ ഡാറ്റ ഇട്ടത് ഞാൻ ഉണ്ടാക്കിയ ഡാറ്റ അല്ല, ഇനി എൻ്റെ തലയിൽ കയറേണ്ട. 30/9 അതായത് സെപ്റ്റംബർ 30, 2025 ഇലക്ഷൻ കമ്മീഷൻ ഓഫ് ഇന്ത്യ പുറത്തോട്ട് വിട്ടിട്ടുള്ള ഡാറ്റയാണ്. അതായത് Election Commission of India congratulate people of Bihar, election official, political parties and other key stakeholders on the successful completion of special intensive revision. അതായത് സ്പെഷ്യൽ SIR-ൻ്റെ SIR കംപ്ലീറ്റ് ചെയ്തത് 30 സെപ്റ്റംബറിലാണ് എന്നും പറഞ്ഞിട്ട് അവർ വിട്ടിട്ടുള്ള ഇതാണ്. അതിനെല്ലാവരോടും താങ്ക്സ് പറഞ്ഞിട്ടുള്ള അവരുടെ ലിസ്റ്റാണ്. അതിൽ ടോട്ടൽ എത്ര ആളുകളാണ് അവിടെ ഇത് വന്ന് നോക്കാം. നമുക്ക് വോട്ടിംഗ് ഡീറ്റെയിൽസ് നമുക്ക് എടുക്കാം. അങ്ങനെ ഇലക്ട്രോൾ ആസിഫ് ഓൺ 24 ജൂൺ 2025, അതായത് ടോട്ടൽ ഉണ്ടായിരുന്നത് ജൂൺ വരെ ഉണ്ടായിരുന്ന ടോട്ടൽ ഇത് അവിടെ ഉണ്ടായിരുന്ന SIR-ന് മുമ്പായിട്ട് ഉണ്ടായിരുന്നത് 7.89 കോടി 7,89,00,000 ആളുകളായിരുന്നു. അതിൽ എന്താ പറയുക ആ ലിസ്റ്റിൽ നിന്ന് റിമൂവ് ചെയ്തത് ജൂണിൽ റിമൂവ് ചെയ്തതിൻ്റെ കണക്ക് എന്ന് പറഞ്ഞാൽ 65 ലക്ഷം ആളുകൾ റിമൂവ് ചെയ്തു. നമ്മൾ പറയാറില്ല 65 ലക്ഷം ആളുകളെ റിമൂവ് ചെയ്തതിൻ്റെ കണക്ക് ചോദിച്ചിട്ട് സുപ്രീം കോടതിയിൽ പോയതൊക്കെ നമുക്കറിയാം. അത് സ്ട്രോങ് ആയിട്ട് അവിടെ പോയി നമ്മൾ അവിടെ പിടിച്ചു.
അങ്ങനെ റിവിഷൻ കഴിഞ്ഞിട്ട് അടുത്ത ഡ്രാഫ്റ്റ് കൊടുത്തത് ഓഗസ്റ്റ് 1-നായിരുന്നു കേട്ടോ. ഓഗസ്റ്റ് 1-ന് 2025 കൊടുത്തതിൽ അത് 7.24 crore ആയിട്ട് അത്, അതായത് 65 ലക്ഷം ഒഴിവാക്കിയിട്ട് അതിലോട്ട് ഈ വീണ്ടും എന്താ പറയുക 3.66 ലക്ഷം റിമൂവ് ചെയ്തിട്ട് 7.24 ആക്കി ലാസ്റ്റ്. അതായത് 7.89 ഉള്ളത് 7.24 ആക്കി. മൊത്തം 65ഉം 3.5 ഏകദേശം 69 ലക്ഷത്തോളം ആളുകളെ ഒഴിവാക്കിയിട്ടായിരുന്നു. അങ്ങനെ ഇത് ഭയങ്കര ഇഷ്യൂ ആയി. കേസ് കോടതിയിൽ പോയി. അങ്ങനെ റിവിഷൻ വീണ്ടും വേണം. നിങ്ങൾ എന്ത് അടിസ്ഥാനത്തിലാണ് മാറ്റിയത്? ആധാറിനെ ഇതിന്റെ കൂടെ കൺസിഡർ ചെയ്യണം. ആധാറിനെ കൂട്ടിയിട്ട് നമുക്ക് SIRൽ വോട്ട് ചെയ്യാം എന്നുള്ള, അല്ല വോട്ട് രേഖപ്പെടുത്താം എന്നുള്ളൊരു ഇത് ഉണ്ടാക്കി അല്ലെ, പേര് രേഖപ്പെടുത്താം. അങ്ങനെ എന്താ പറയുക, പിന്നെ അതിലോട്ട് ഫോം 6 യൂസ് ചെയ്തിട്ട് 21,53,000 ആൾക്കാരെ വീണ്ടും അതിലോട്ട് കൂട്ടി. ഈ 69 ലക്ഷത്തിൽ നിന്ന് 21 ലക്ഷം ആൾക്കാരെ വീണ്ടും അതിലോട്ട് ഫോം 6 വഴി ആഡ് ചെയ്തു. അങ്ങനെ ഫോം 6 വഴി ആഡ് ചെയ്ത സമയത്ത് ടോട്ടൽ അവിടുത്തെ കണക്ക് എന്ന് പറയുന്നത് 30 സെപ്റ്റംബറിൽ അവർ കൺഫേം ചെയ്ത കണക്ക് എന്ന് പറയുന്നത് 7,42,00,000 ആളുകളായിരുന്നു. ഇപ്പോഴും ഈ 65 ലക്ഷത്തിന്റെ കേസ് സുപ്രീം കോടതിയിൽ നടക്കുന്നുണ്ട്. ഇന്നലെ ചില നിഷ്പക്ഷ പണിക്കന്മാർ ഒന്ന് ചോദിച്ചിരുന്നു, എന്ത് കേസാണ് നിങ്ങൾ കൊടുത്തത്? കേസ് ഇപ്പോഴും നടക്കുന്നുണ്ട്. നമ്മൾ ഇന്നലത്തെ വീഡിയോയിൽ അതിന്റെ ഡീറ്റെയിൽസ് വെച്ചിരുന്നു. ഒരു 3 ദിവസം മുമ്പ് വരെ അതിന്റെ ഹിയറിംഗ് കാര്യങ്ങളും ഒരു സൈഡിൽ കൂടെ നടക്കുന്നുണ്ട്. അപ്പം അതിനൊരു തീരുമാനമായിട്ടില്ല. വോട്ട് കട്ട് ചെയ്ത ആൾക്കാരുടെ തീരുമാനങ്ങളൊന്നും ആയിട്ടില്ല. അവരിപ്പോഴും ഇതിന്റെ പിന്നാലെ നടക്കുകയാണ്. എന്താ കോൺഗ്രസ് ഒന്നും ചെയ്യുന്നില്ല? കോൺഗ്രസ് ചെയ്തിട്ടുണ്ട്. അവർ തന്നെ സുപ്രീം കോടതിന്റെ മേലോട്ട് കോൺഗ്രസിനൊന്നും ചെയ്യാനില്ലല്ലോ അല്ലേ? മോദിയുടെ മണ്ടയിൽ വരുന്നോണ്ട് കാര്യമില്ലല്ലോ. സുപ്രീം കോടതിന്റെ അടുത്തെത്തി. ഇനിയിപ്പോൾ അവിടുന്ന് മോദി സുപ്രീം കോടതിയൊക്കെ തീരുമാനിക്കട്ടെ എന്ത് ചെയ്യണം എന്നുള്ളത്. അങ്ങനെ ഇതാണ് നമ്മൾ എന്നാണ് 30 സെപ്റ്റംബറിലെ ഫൈനൽ റിസൾട്ട് ആക്കി, അല്ലെങ്കിൽ ഫൈനൽ റിപ്പോർട്ടായിട്ട് ഇലക്ഷൻ കമ്മീഷൻ പുറത്തുവിട്ടിട്ടുള്ള ഡാറ്റ. ഇനി നമുക്ക് ഇന്നലെ വോട്ട് കഴിഞ്ഞ് 11-ാം തീയതി വോട്ടിംഗ് കഴിഞ്ഞതിന് ശേഷം ബീഹാറിൽ ഇലക്ഷൻ കമ്മീഷൻ പുറത്തുവിട്ടിട്ടുള്ള ഡാറ്റ നമുക്ക് എടുക്കാം. 66.91% വോട്ടേഴ്സാണ് ടോട്ടൽ വോട്ട് ചെയ്തത്. 51-ന് ശേഷം ഏറ്റവും ഹയസ്റ്റ് വോട്ടിംഗ് ആണ്. ഇത് 11 ആട്ടോ പുറത്തു വിട്ടത്. നമ്മൾ ഫേസ് 1-ൽ മൊത്തം ഫീമെയിൽസ് എന്ന് പറഞ്ഞിട്ട് കൊടുത്തിട്ടുള്ളത് 1,76,77,219 ടോട്ടൽ ഇലക്ട്രോൾസ്. ഫേസ് 2-ൽ ഫീമെയിൽസ് നമ്മൾ പറയുന്നത് 1,74,68,572. ടോട്ടൽ 3,51,40,45,791. അതും പെർസെൻറ്റേജ് എന്ന് പറയുന്നത് 71% ആണ്. അതിൻ്റെ 71% ആണെന്നാണ് ഇവർ പറയുന്നത്. ടോട്ടൽ വോട്ട് ചെയ്ത സ്ത്രീകൾ. സെയിം മെയിലിലോട്ട് വരുമ്പം 1,98,35,000 സംതിങ് വരുന്നുണ്ട്, 61%. അത് കഴിഞ്ഞിട്ട് അതിൻ്റെ ഫേസ് 2-ലോട്ട് വരുമ്പം 1,95,44,091. ടോട്ടൽ 3,93,73,366. ഇതാണ് പെർസെൻറ്റേജ്. ഇനി ടോട്ടൽ എന്നും പറഞ്ഞിട്ട് ഇവരിട്ടത്, ടോട്ടൽ നിങ്ങൾ ശ്രദ്ധിച്ചവിടെ, അതായത് 3,75,13,302 ഫീമെയിൽസും 3,70,70,13,566 ടോട്ടൽ മെയിലും. ഫേസ് 2 ടോട്ടൽ വരുന്നത് 7,45,20,853 ടോട്ടൽ വോട്ടിംഗ്. ഇതാണ് നമ്മുടെ SIR അല്ലെങ്കിൽ ഇലക്ഷൻ കമ്മീഷൻ പുറത്തോട്ട് വിട്ടിട്ടുള്ള നമ്പർ. നമ്മുടെ 30-ാം തീയതി കഴിഞ്ഞ സെപ്റ്റംബർ 30-ന്, അത് കഴിഞ്ഞ് ഒക്ടോബർ 6-നും അത് റിലീസ് ചെയ്തിട്ടുണ്ട്. അതിൻ്റെ ഇതെന്ന് പറഞ്ഞാൽ 7,42,00,000 സംതിങ്. ഇവിടെ തന്നെ ഏകദേശം 2-2.5 ലക്ഷം വോട്ട് SIR ലിസ്റ്റിലുള്ളതിനേക്കാളും കൂടുതൽ ആൾക്കാർ പോൾ ചെയ്തു. ഈ 2.5 ലക്ഷം വോട്ട് എവിടെ നിന്ന് വന്ന്? അത് സിമ്പിൾ. അത് 2.5 ലക്ഷം വോട്ടല്ലേ, അതിൻ്റെ പിന്നാലെ നിങ്ങൾ എന്തിനാ പോകുന്നത്? ഞങ്ങൾ ജയിച്ചില്ലേ എന്നല്ലേ ഇപ്പം നമ്മൾ ബാക്കിയുള്ള അല്ലേ നമ്മുടെ അന്ധഭക്തർ വിചാരിക്കുന്നത്. പക്ഷേ 2.5 ലക്ഷം വോട്ട് ഒരു നിയമസഭാ ഇലക്ഷനിൽ കൂടുക എന്ന് പറഞ്ഞാലല്ലോ 200 സീറ്റിൻ്റെ മേലെ കൂട്ടാനും ഈ 2.5 ലക്ഷം വോട്ടിന് കഴിയും. അതാണ് സത്യം. കാരണം ഈ ജയിക്കുന്ന സ്ഥലത്തൊക്കെ 1,000, 2,000, 3,000, 4,000, 5,000 വോട്ട് വെച്ചിട്ടൊക്കെ ആൾക്കാർ ജയിക്കുന്നത്. അതല്ലാണ്ട് നമ്മുടെ പാർലമെന്റ് ഇലക്ഷൻ പോലെ 4 ലക്ഷം വോട്ടിൻ്റെ ഭൂരിപക്ഷം, 3 ലക്ഷം വോട്ടിൻ്റെ ഭൂരിപക്ഷം, 2 ലക്ഷം വോട്ടിൻ്റെ ഭൂരിപക്ഷം ഒന്നും ഉണ്ടാവില്ല. പല സ്ഥലങ്ങളിലും 1000-ൽ താഴെ വോട്ടിനാണ് ജയിച്ചത്. അപ്പം ഈ 2.5 ലക്ഷം വോട്ട് ഇലക്ഷൻ കമ്മീഷൻ്റെ ഡാറ്റയിൽ തന്നെ കൂടുതലാക്കി കാണിച്ചിട്ടുണ്ടെങ്കിൽ പിന്നെ നമ്മളൊക്കെ എന്തിനാണ് ഈ നാട്ടിൽ ജീവിച്ചിരിക്കുന്നത്? നമ്മളൊക്കെ വോട്ടും ചെയ്ത് നമ്മൾ ജനാധിപത്യമാണ്, ഡെമോക്രസിയാണെന്നും പറഞ്ഞിട്ട് നമ്മളൊക്കെ ഈ നാട്ടിൽ ജീവിച്ചിരുന്നിട്ട് എന്തെങ്കിലും കാര്യമുണ്ടോ? അന്ധഭക്തരെ നിങ്ങൾ താഴെ വന്ന് കുറയ്ക്കണം. നിങ്ങളുടെ സ്റ്റാൻഡേർഡ് ബാക്കിയുള്ള ആൾക്കാർക്കെങ്കിലും മനസ്സിലാവണമെങ്കിൽ നിങ്ങൾ എൻ്റെ വീഡിയോൻ്റെ താഴത്ത് ഞാൻ കാണിച്ചത് നിൻ്റെ ഒന്നും തറവാട്ടെന്നോ അല്ല എൻ്റെ തറവാട്ടെന്നോ കൊണ്ടുവന്നല്ല, ഇലക്ഷൻ കമ്മീഷൻ്റെ തറവാട്ടെന്ന് ഇറക്കിയിട്ടുള്ള ഡാറ്റയാണ് ഞാൻ ഈ കാണിച്ചിരുന്നത്. അപ്പോൾ ഈ 2.5 ലക്ഷം എവിടെ നിന്ന് വന്ന് എന്ന് ചോദിച്ചതിന് നീയൊക്കെ അതിന് കൊണയ്ക്കണം എൻ്റെ
കമന്റിന്റെ താഴത്ത് വന്നത്. അപ്പം നമുക്ക് മനസ്സിലാവും അന്ധഭക്തന്മാർ എന്തുകൊണ്ടാണ് ചാണകം എന്ന് പറയാനുള്ളതും ആ ബുദ്ധിയെ ചാണകങ്ങൾക്ക് ഉള്ളൂ എന്ന് നമ്മൾ പറയാനുള്ള കാരണം മനസ്സിലാക്കാൻ പറ്റും. നിങ്ങളെ പെട്ടെന്ന് ഐഡന്റിഫൈ ചെയ്യാൻ പറ്റും നമുക്ക്. അത് അറിയുന്ന ആൾക്കാരാണെങ്കിൽ, നിങ്ങൾ അറിയുന്ന ആൾക്കാരാണ് കമന്റ് ഇടുന്നെങ്കിൽ അവനൊക്കെ നോട്ട് ചെയ്ത് വെച്ചോ. 5 പൈസന്റെ ബുദ്ധിയും വിവരവും ഇല്ലാത്ത മണുകുണാഞ്ചൻ കൊണ്ണാപ്പികളാണ് അവന്മാരെന്നുള്ളത്. അപ്പോൾ അവന്മാർ ഒന്ന് ചെയ്യും. അല്ല നിങ്ങളുടെ പിന്നെ വേറെ ഒന്നും, അന്ധഭക്തന്മാർ ഒരിക്കലും ഒറിജിനൽ ഐഡിയയും ചെയ്യാറില്ല. പല തന്തക്കായതുകൊണ്ട് ഏതെങ്കിലുമൊക്കെ ഐഡിയ, പല ഐഡിയകൾ വെച്ചിട്ട് സ്വഭാവം കാണിക്കാറുള്ളൂ. അപ്പോൾ നമുക്ക് അങ്ങനെ കണ്ടുപിടിക്കാനും ബുദ്ധിമുട്ടാണ്. എങ്കിൽ അവർ ചെയ്യട്ടെ. അപ്പോൾ 2.5 ലക്ഷം വോട്ട് എന്ന് പറഞ്ഞാൽ ചെറിയ കാര്യമൊന്നുമില്ല. ഇത് പലരും ചോദ്യം ചെയ്തിട്ടുണ്ട്. ഇന്നെ പവൻ ഖേര പറഞ്ഞത് ഇതിനുള്ള ഉത്തരം അല്ല, അട്ടിമറി ഒരു പാർട്ടിനെ പറഞ്ഞിട്ടില്ല, BJP ഒന്നും പറഞ്ഞിട്ടില്ല. പുള്ളി കറക്റ്റായിട്ട് പറഞ്ഞത് ഇലക്ഷൻ കമ്മീഷൻ ഉത്തരം പറയണം. അല്ലെ, ഇലക്ഷൻ കമ്മീഷനാണ് ഇതിൽ എന്തായാലും ചെയ്തിട്ടുള്ളത്. 2.5 ലക്ഷം വോട്ട് അവിടെ കയറി. ഇനി പോട്ടെ, ടോട്ടൽ ഇലക്ട്രോൾസ് എന്ന് പറഞ്ഞ് ഇവിടെ കൊടുത്തത് ശരിക്കും ഇത് തന്നെ ഒരു വലിയ ടൈപ്പിംഗ് എറർ ആണോ എന്നൊക്കെ അറിയില്ല. ഇനിയിപ്പോൾ അങ്ങനെ പറയുള്ളൂ, ആരെങ്കിലും ചോദ്യം ചെയ്താൽ പോലും അങ്ങനെ പറയുള്ളൂ. ടോട്ടൽ കാണിക്കുന്ന സമയത്ത് ഇവിടെ 66% അല്ലെങ്കിൽ 68% കാണിക്കുമ്പോൾ എന്തുകൊണ്ട് ഇലക്ട്രോൾസിന്റെ അവിടെ പെർസെൻറ്റേജിന്റെ ഒറിജിനൽ കണക്കിടാൻ മടിച്ചു? അല്ലെങ്കിൽ ഇത്ര പേരാണ് വോട്ട്, അതിന് പകരം ടോട്ടൽ കൗണ്ട് എന്തിനിട്ടു? ഇനി അത് മാറിപ്പോയതാണോ? അതല്ല, നിങ്ങൾ കരുതി കൂട്ടിയിട്ടാണ് 2.5 കോടി വോട്ട് എവിടെയും ചോദിക്കേണ്ടി വരും നമുക്ക്, അല്ലേ? അതായത് 66 ലക്ഷം എന്ന് പറഞ്ഞാലേ 7.45 ക്രോറിന്റെ 66% ഏകദേശം 5 something വരുള്ളൂ. അപ്പോൾ 5 something കഴിഞ്ഞാൽ ബാക്കി വരുന്ന 2.5 കോടി വോട്ട് എവിടെ നിന്ന് വരെ ചോദിക്കേണ്ടി വരും. ഞാൻ ചോദിച്ചു കഴിഞ്ഞാലും അത് ടൈപ്പ് ഓഫ് എററോ അല്ലെങ്കിൽ സ്പെല്ലിംഗ് മിസ്റ്റേക്കോ ടൈപ്പിംഗ് മിസ്റ്റേക്കോ ഒക്കെ നിങ്ങൾ പറയും. അതുകൊണ്ട് അത് ചോദിക്കുന്നില്ല. ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ റോക്കറ്റ് കയറി പറക്കേണ്ടി വരും നമ്മുടെ ഇലക്ഷൻ കമ്മീഷൻ എന്നുള്ള എല്ലാവർക്കും അറിയാം. അപ്പോൾ നിങ്ങൾ കണ്ട ഈ കണക്ക് ഞാൻ പറഞ്ഞതല്ല, ഇത് ഒറിജിനൽ കണക്കാണ്. നിങ്ങൾക്ക് മുമ്പിൽ കാണാൻ പറ്റുന്ന കണക്കാണ്. ഈ കണക്കിനൊന്നും ഉത്തരം ഒരാൾക്കും ഇതുവരെ പറയാൻ പറ്റിയിട്ടില്ല. ഈ കണക്ക് മതി അവിടെ ഒരാളെ ജയിപ്പിക്കണം എന്ന് ഇലക്ഷൻ കമ്മീഷൻ മനസ്സുകൊണ്ട് വിചാരിച്ചിട്ടുണ്ടെങ്കിൽ ജയിപ്പിക്കാൻ ഈ പറഞ്ഞ 2.5 ലക്ഷം വോട്ട് മതി. അത് ഏത് സ്ഥലക്ക് ഏത് രീതിയിൽ എവിടെ കൊണ്ട് കുത്തിക്കയറ്റുന്നു എന്നുള്ളത് മാത്രമേ കണ്ടുപിടിക്കേണ്ടതായിട്ടുള്ളൂ. പറ്റിച്ചിന് അല്ലെങ്കിൽ സംഭവം നടത്തിയിട്ടുള്ളത് പച്ചക്ക് ഇതിൽ കാണിച്ചിട്ടുണ്ട്. അപ്പം നിങ്ങൾ പറഞ്ഞില്ല SIR ഡബിൾ വോട്ടിംഗ് വരില്ല, SIR അതാണ്, SIR ഇതാണ്, SIR കേരളത്തിൽ വരണം എന്നൊക്കെ പറഞ്ഞ് നമ്മുടെ നാട്ടിലെ സംഖ്യകൾ കിടന്നിട്ട് കൊലകുത്തി ജയ് വിളിക്കുന്നുണ്ട്. ഇപ്പം കണ്ടോ SIRന്റെ അവസ്ഥ ഇതാണ്. അപ്പം SIR എന്താണെന്നുള്ളത് ഇപ്പോൾ മനസ്സിലായി. SIR വെക്കുന്നത് എന്തിനാണെന്നും ഏതൊക്കെ രീതിയിൽ വോട്ടുകൾ ഇവന്മാർ കുത്തിക്കയറ്റും കേരളത്തിൽ, ഇനി അടുത്ത് ബംഗാളിൽ കഴിഞ്ഞാൽ കേരളത്തിലൊക്കെ വരുന്നുണ്ട്, എന്താണ് ഇവന്മാരുടെ പ്ലാൻ നിങ്ങൾക്ക് മനസ്സിലായി. ഇത് മാത്രമല്ല, അവിടുത്തെ ഒരു ഗവർണൻസ് വേറെ വന്നിട്ടുണ്ട്. ഏകദേശം 5000 ഡബിൾ വോട്ടിംഗ്, അതായത് more than 5,000 double and voters from Uttar Pradesh make it to election commission voters list for Bihar constituency. അതായത് ഏകദേശം 5000 ഡബിൾ വോട്ടിംഗ് ഉത്തർപ്രദേശിലുള്ള ആളുകൾ നമ്മുടെ ECന്റെ വോട്ടർ ലിസ്റ്റിൽ ഡബിൾ എൻട്രി ആയിട്ട് ബീഹാറിൽ വന്നിട്ടുണ്ട്. നമ്മൾ പറഞ്ഞിരുന്നില്ലേ, ഉത്തർപ്രദേശിന് നമ്മുടെ എന്താ പറയുക, ഒരു ട്രെയിനിൽ ആളുകളെ കയറ്റി വിടുന്നത് നമ്മൾ കണ്ടിരുന്നു. ഏകദേശം 6000 ആളുകളെ ഒരു ട്രെയിനിൽ, സ്പെഷ്യൽ ട്രെയിനുകൾ വിളിച്ചിട്ട് നമ്മുടെ ഇന്ത്യൻ റെയിൽവേ വോട്ടെടുക്കുന്നതിൻ്റെ തലേ ദിവസം കൊണ്ട് വിട്ട് നമ്മൾ കണ്ടിരുന്നു. ഇവർക്കൊക്കെ ഇപ്പം അതിൻ്റെ ഒരു സ്റ്റഡി എടുത്ത് നോക്കുമ്പോൾ ഇതൊക്കെ ഡബിൾ എൻട്രീസ് ആണ്. ഇവരൊക്കെ ഉത്തർപ്രദേശിലെ ആളുകളാണെന്നുള്ളതിൻ്റെ കണക്കുകളും പുറത്തോട്ട് വരുന്നുണ്ട്. കപിൽ സിബിൽ കറക്റ്റായിട്ട് അതിൻ്റെ ഡീറ്റെയിൽസ് പുറത്തോട്ട് കൊണ്ടുവന്നിരുന്നു. അതും അവിടെ നിൽക്കുന്നുണ്ട്. ഇങ്ങനെ 100 കണക്കിൽ സംഭവങ്ങൾ പിന്നിൽ നിൽക്കുന്നുണ്ട്. ഇത്രയും വലിയൊരു സ്ഥലത്ത് ഇങ്ങനെ ഒരു വോട്ടിംഗ് ചേഞ്ചസ്, ഇത്രയും ആളുകൾ, ചില ആളുകൾ പറയും മറ്റേ അസുദ്ദീൻ ഉവൈസിയുടെ കുറച്ച് 4-5 സീറ്റുകൾ പോയി, അതല്ലെങ്കിൽ നമ്മുടെ ജൻസ്വരാജ് പാർട്ടിയുടെ കിഷോറിൻ്റെ കുറച്ച് സീറ്റ്, അതൊന്നുമല്ല. അതൊക്കെ മാറിക്കഴിഞ്ഞാലും അല്ലെങ്കിൽ 10,000 രൂപ ഈ സ്ത്രീകൾക്ക് കൊടുത്തതുകൊണ്ടാണ് ഇത്രയും വലിയ, അതൊക്കെ കിട്ടിക്കഴിഞ്ഞ് നിങ്ങൾ ഈ പറഞ്ഞ സംഭവങ്ങളൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ ഈ പറഞ്ഞ NDA ഒരു 150 സീറ്റിൽ എത്തി ജയിക്കേണ്ടതാണെന്നാണ് എക്സിറ്റ് പോളുകൾ വരെ പറഞ്ഞൊരു കാര്യം, അല്ലേ? എക്സിറ്റ് പോളുകളെ വിലക്കെടുത്തിട്ടാണെങ്കിലും അങ്ങനെയൊക്കെ കൂടെ കൊടുത്തു കഴിഞ്ഞാൽ ഞങ്ങൾ 150 സീറ്റിലെത്തും എന്ന് പറഞ്ഞ സ്ഥലത്ത് 202, 203 സീറ്റ് വരെ പോയിട്ടുണ്ടെങ്കിൽ ആ തള്ളല് അത് ഇലക്ഷൻ കമ്മീഷൻ കൂടെ തള്ളിക്കൊടുത്തത് തന്നെയാണ്. ആ തള്ളെ നല്ല രീതിയിൽ തള്ളിക്കൊടുത്തിട്ടുണ്ട്. ആ കണക്കാണ് നമ്മളിപ്പോൾ കാണിച്ചത്. ഇതുപോലെ 100 കണക്കുകൾ ഇനി പുറത്തോട്ട് വരും. ഒരു ദിവസം കൊണ്ട് ആളുകൾ കണ്ടുപിടിച്ച അല്ലെങ്കിൽ ആളുകൾ അനലൈസ് ചെയ്തിട്ടുള്ള കണക്കുകളാണ് ഇപ്പോൾ കണ്ടത്. ഇങ്ങനെയാണ് നമ്മുടെ നാട്ടിൽ, അതായത് ജനാധിപത്യപരമായിട്ട് നമ്മൾ വോട്ട് ചെയ്തിട്ട് നമ്മളെ നാട്ടിലെ ജനങ്ങളെ മണ്ടന്മാരാക്കുന്ന BJP ഗവൺമെൻറ്റും കൂട്ടത്തിൽ ചന്തി താങ്ങി നടക്കുന്ന നമ്മുടെ ഇലക്ഷൻ കമ്മീഷനും പിന്നെ ഇവരൊക്കെ സ്വന്തം ദൈവങ്ങളായിട്ട് കാണുന്ന നമ്മുടെ നാട്ടിലെ അന്ധ ബാണ ഭക്തന്മാരും.